നമസ്കാരം. നമ്മുടെ നാട്ടില് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് കടന്ന് കറങ്ങി കളിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ആ ഡബിൾ സ്റ്റാൻഡേർഡ് നല്ല വൃത്തിയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതായത് ഈ ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് റിലീജിയൻ, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, സെക്യുലറിസം, ഇത്തരം വാക്കുകളൊക്കെ നാഴികയ്ക്ക് 40 വട്ടം പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന ചില ആൾക്കാര് ചില സാഹചര്യങ്ങളിൽ ഇതങ്ങ് മറന്നുപോകും. അതായത് ചിലരുടെ കേസിൽ മാത്രം സെക്യുലറിസവും ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും ഒക്കെ ഉണ്ട്, എന്നാൽ ചില കേസുകളിൽ ഇതൊന്നുമില്ല. ആ ഡബിൾ സ്റ്റാൻഡേർഡ് അത്ര നല്ലതാണോ? അതായത് ഈ രണ്ടു വള്ളത്തിൽ കാല് ചവിട്ടി വെച്ച് സഞ്ചരിക്കുക എന്ന് പറയുന്നത് അതത്ര നല്ല കാര്യമൊന്നുമല്ല. ആ ഡബിൾ സ്റ്റാൻഡേർഡ് നമ്മുടെ നാടിന് ദോഷം തന്നെയാണ്. അപ്പൊ ഈ ഡബിൾ സ്റ്റാൻഡേർഡിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കാണിച്ചു തരാം. ആ വീഡിയോ കാണിക്കുമ്പോൾ, ആ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കുറച്ച് കാര്യങ്ങൾ പിടികിട്ടും. എന്താണ് ബോട്ടിന്റെ കളർ ചോദിച്ചതാ? ഈ തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? പെട്ടെന്ന് അട്രാക്റ്റീവ്, അതിനത് അട്രാക്റ്റീവ് ആവാൻ വേണ്ടി പെട്ടെന്ന്, അതുകൊണ്ടാണ് ഈ ഡ്രസ്സൊക്കെ കാവ്യാക്കി വന്നത്. കേരളത്തിൽ ഓറഞ്ച് അലർട്ടാണ്, അതുകൊണ്ടായിരിക്കും. എന്താണ് എന്തൊരു വിഡ്ഢിത്തരമൊക്കെയാണ് ആ മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നത്. വിഡ്ഢിത്തരം തന്നെയാണ്, അങ്ങനെ തന്നെ പറയാൻ വേണ്ടി സാധിക്കും. അതായത് ഒരു ഒരു മാധ്യമ പ്രവർത്തകനല്ലേ, കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളൊക്കെ ചോദിക്കുന്നേ. ആ വ്യക്തിയെ, ആ പെൺകുട്ടിയെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വായിൽ നിന്ന് വേറെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വിവാദമാക്കാമല്ലോ. പ്രശ്നം ആ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന്റെ നിറമാണ്. വോട്ടിന്റെ കളർന്ന് ഓറഞ്ച് കളർ, അല്ലെന്നുണ്ടെങ്കിൽ കാവി കളർ. കാവി കളറാണ് ഉദ്ദേശിച്ചേക്കുന്നത്, ഓറഞ്ച് കളർ അല്ല പുള്ളിക്കാരൻ ഉദ്ദേശിച്ചേക്കുന്നത്. ഈ ഓറഞ്ചും സഫ്രോണും തമ്മിൽ ഒരു ക്ലോസ് റിസംബ്ലൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഏതാണ് ഓറഞ്ച് ഏതാണ് കാവി എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ കാവി കളർ എന്താണ് ധരിച്ചേക്കുന്നത്, കാവി കളറിലെ വസ്ത്രം എന്തിനാണ് ധരിച്ചേക്കുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. അവർക്ക് ഇഷ്ടമുണ്ടായിട്ട്, അത് അവരുടെ പേഴ്സണൽ ചോയ്സ് അല്ലേ. ഞാനൊരു വസ്ത്രം കണ്ടു, ആ വസ്ത്രത്തിന്റെ കളർ എനിക്ക് സ്യൂട്ടബിൾ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് ആ വസ്ത്രം ധരിക്കാനുള്ള അവകാശം ഈ രാജ്യത്തില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഓറഞ്ച് കളർ അല്ലെന്നുണ്ടെങ്കിൽ ഈ സഫ്രോൺ കളർ നമ്മുടെ രാജ്യത്ത് ബാൻ ചെയ്ത നിറമൊന്നും അല്ലല്ലോ. നമ്മുടെ രാജ്യത്ത് നിരോധിച്ചിട്ടുള്ള കളറാണ് എന്നുണ്ടെങ്കിൽ ആ കളറിലുള്ള വസ്ത്രം നമ്മൾ ധരിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. കാരണം നമ്മൾ രാജ്യത്തിനെയാണ്, അത് നമ്മുടെ നിയമമുണ്ട്, നമുക്കൊരു നിയമമുണ്ട്. ഇതൊരു യൂണിവേഴ്സൽ കളറാണ്. അപ്പൊ ഈ യൂണിവേഴ്സൽ കളർ ആരുടെയും അവകാശമൊന്നുമില്ല, ആരുടെയും പേരിൽ എഴുതി കൊടുത്തിട്ടുള്ള കളറൊന്നുമല്ല. അപ്പം ആർക്ക് വേണമെങ്കിലും ഇഷ്ടമുള്ള രീതിയിൽ ആ ഒരു വസ്ത്രം ധരിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോ അത് ചോദ്യം ചെയ്യാൻ മറ്റൊരാൾക്ക് എന്താണ് അവകാശമുള്ളത്? ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ ഡബിൾ സ്റ്റാൻഡേർഡ്. ഇവിടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പതാകയുടെ കളറായതാണ് വിഷയം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ കാവി കളറിന്റെ പണ്ട് പുരാതന കാലം മുതലേ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കളറാണത്. ഇപ്പൊ ഹിന്ദുയിസത്തിലും ബുദ്ധിസത്തിലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ കൾച്ചറിന്റെ ഭാഗമായിട്ട് ഉള്ളൊരു കളറാണ് ഈ സന്യാസിമാരെടുത്ത് ഉപയോഗിക്കുന്ന, സന്യാസിമാർ ധരിക്കുന്ന വസ്ത്രത്തിന്റെ കളറാണ്. അതിനൊക്കെ കറേജിന്റെ ഭാഗമായിട്ടും പ്യൂരിറ്റിയുടെ ഭാഗമായിട്ടും ഒക്കെ കണക്കാക്കുന്ന ഒരു കളറാണ്. ആ കളറിന്റെ അർത്ഥം അതാണ്, പ്യൂരിറ്റി, കറേജ്, അതൊക്കെയാണ് ആ കളറിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈവൻ നമ്മുടെ ദേശീയ പതാകയുടെ ഭാഗം കൂടിയാണ് ആ കളറ്. അപ്പൊ ആ കളറിന് യാതൊരു രീതിയിലുള്ള പ്രശ്നവും ഇല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പതാകയുടെ കളറാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ആ ഒരു കളറിലുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ലെന്നുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലുള്ള മറ്റു പല രാഷ്ട്രീയ പാർട്ടിയുടെയും പതാകയുടെ കളറിൽ പല കളറുകളുണ്ടല്ലോ. ആ കളറിലുള്ള വസ്ത്രം ഒന്നും നമുക്ക് ധരിക്കാൻ പാടില്ലല്ലോ. മാത്രമല്ല പല മതചിഹ്നങ്ങളുടെ ഭാഗമായിട്ട് പല കളറുകളുണ്ട്, ആ കളർ ഒന്നും നമുക്ക് ധരിക്കാനേ പാടില്ലല്ലോ. അപ്പൊ അത്തരം കളറുകളൊക്കെ ആരെങ്കിലും ധരിച്ചു കഴിഞ്ഞാൽ വിഷയമില്ല. ഈ ഒരു കളർ ധരിക്കുമ്പോൾ മാത്രം ആൾക്കാർക്ക് പ്രശ്നം. അങ്ങ് ട്രിഗർ ആകുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? അപ്പൊ ഇത്തരം ഡബിൾ സ്റ്റാൻഡേർഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ പ്രശ്നമാണ്. ഒരാൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അപ്പൊ അയാൾ സംഖ്യയാവും. ഒരാള് ഒരു ഓറഞ്ച് കളർ അല്ലെങ്കിൽ സഫ്രോൺ കളറിലുള്ള വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ അയാൾ അപ്പൊ സംഖ്യയാവും. അപ്പൊ ഇതൊക്കെ എന്ത് മാനദണ്ഡമാണ്? ഇതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ സംസാരിക്കുന്നത്? ആ മാധ്യമപ്രവർത്തകന് പെട്ടെന്ന് അങ്ങ് ട്രിഗറായി. പുള്ളിക്കാരി ഓറഞ്ച് കളറിലുള്ള ഡ്രസ്സ് ഇട്ടപ്പോഴേക്കും പെട്ടെന്ന് അങ്ങ് ട്രിഗറായി. പുള്ളിക്കാരി ഉദ്ദേശിച്ചത് ആ ബ്രാൻഡിന്റെ ആ ഒരു കളറ്, അല്ലെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിക്ക് ചേരുന്നുണ്ട്, ആ ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുണ്ട്, ആ നിറം പുള്ളിക്കാരിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്, അതിന്റെ ഭാഗമായിട്ട് ഇട്ടു, ധരിച്ചു. വേറെ എന്തൊക്കെ നല്ല ക്വസ്റ്റ്യനുകൾ ചോദിക്കാം, സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യനുകൾ ചോദിക്കാം. പുള്ളിക്കാരി ആയതുകൊണ്ടാണ്. വേറെ വല്ലവരും ആയിരുന്നുണ്ടെങ്കിൽ നല്ല മറുപടി കൊടുത്തേനെ. എപ്പോഴാണ് ആ കളർ വോട്ടിന്റെ കളറായത്? ആർക്കെങ്കിലും കുത്തകാവകാശം എഴുതി കൊടുത്തിട്ടുണ്ടോ ഓറഞ്ച് കളറിന്റെ മണ്ടയ്ക്ക് അല്ലെങ്കിൽ സഫ്രോൺ കളറിന്റെ മണ്ടയ്ക്ക്? ഇതൊക്കെ യൂണിവേഴ്സൽ ആയിട്ടുള്ള കളറുകളല്ലേ. കഷ്ടം തന്നെ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ഡബിൾ സ്റ്റാൻഡേർഡ് കുറേ നാളുകളായിട്ട് നമ്മുടെ രാജ്യത്ത് കിടന്ന് കറങ്ങി കളിക്കുന്നുണ്ട്. ഈ ഡബിൾ സ്റ്റാൻഡേർഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദോഷമാണ്.
നമ്മുടെ നാട്ടിൽ നിരോധിച്ചിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരും ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അല്ലാത്തിടത്തോളം കാലം ഈ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, സെക്യുലറിസം, ഫ്രീഡം ഓഫ് റിലീജിയൻ എന്നൊക്കെ പറയുന്നത് എല്ലാവരുടെയും അവകാശമാണ്, ഓരോ വ്യക്തിയുടെ അവകാശമാണ്. നമ്മൾ ഏത് മതത്തിൽ വിശ്വസിക്കണം, നമ്മൾ എന്ത് കാര്യം, അത് നമ്മൾ ഏത് വസ്ത്രം ധരിക്കണം, ഏത് രീതിയിൽ നടക്കണം, ഇതെല്ലാം ഓരോരുത്തരുടെ വ്യക്തിപരമായ അവകാശമാണ്, വ്യക്തിപരമായ ചോയ്സാണ്. അതിനെ കയറി ചോദ്യം ചെയ്യുക, അവിടെ കയറി കൈകടത്തുക, അനാവശ്യമായിട്ട് ട്രിഗർ ചെയ്യുക, ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കുക, ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുക. ഈ സമയത്തൊന്നും നിങ്ങളുടെ ഉള്ളിലെ സെക്യുലറിസമോ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനോ ഒന്നും ഉണർന്നില്ലേ? ഈ ഫ്രീഡം ഓഫ് എക്സ്പ്രഷന്റെ ഭാഗമാണ്. നമ്മൾ എന്ത് വസ്ത്രം ധരിക്കണം, ഏത് കളറിലുള്ള വസ്ത്രം ധരിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ മുടി മുറിക്കണം, ഇതൊക്കെ നമ്മുടെ അവകാശമാണ്. അതുപോലും ഇപ്പൊ പറ്റുന്നില്ല. ഒരു വസ്ത്രത്തെ ചോദ്യം ചെയ്യുവാണ്, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കളറിനെ ചോദ്യം ചെയ്യുവാണ്. വല്ലാത്ത കഷ്ടമാണ്. ഈ രീതിയിൽ ഇങ്ങനെ കടന്നുപോയി കഴിഞ്ഞാൽ നാളെ അമ്പലങ്ങളിൽ പോകാൻ പാടില്ലെന്നാണല്ലോ. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്പലങ്ങളിലെ കൊടിയൊക്കെ മിക്കപ്പോഴും കാവി കളറിലുള്ളതായിരുന്നു. ഇപ്പൊ അതും പറ്റത്തില്ല. അമ്പലങ്ങളുടെ ഒക്കെ അല്ലെങ്കിൽ അമ്പലങ്ങളുടെ ആചാരങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട് സെഞ്ചുറീസ് ആയിട്ട്, നൂറ്റാണ്ടുകളായിട്ട് ചെയ്തു പോകുന്ന ഒരു പാരമ്പര്യമാണ്. പക്ഷെ പെട്ടെന്നൊരു നാളില് കുറച്ച് നാളുകളായിട്ടേ ഉള്ളൂ, അതായത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 100 വർഷമായിട്ടേ ഉള്ളൂ ഈ RSSന്റെയോ അല്ലെങ്കിൽ BJPയുടെയോ ഒക്കെ ഭാഗമായിട്ട് ഈ കളറുകളൊക്കെ ആയിട്ട്. അതിനു മുമ്പ് നൂറ്റാണ്ടുകളായിട്ട് ഈ കളറ് ഈ സഫ്രോൺ കളറ് അമ്പലങ്ങളുടെ കൾച്ചറിന്റെ ഭാഗമാണ്. സന്യാസിമാർ ഈ ഒരു വസ്ത്രമായിരുന്നു ധരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മുടെ കൾച്ചറിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു കളറിനെ പെട്ടെന്ന് അത് വേറൊരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയുടെ കളറായി എന്ന് പറഞ്ഞുകൊണ്ട് അത് പ്രശ്നമായി. ആ കളറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ ആ കളർ എന്തെങ്കിലും പോയിസൺ ആണോ, ടോക്സിക് ആണോ? ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇതിനെക്കാട്ടിലൊക്കെ വേറെ കാര്യം, ഏതെങ്കിലും ഒരു വ്യക്തി ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ കുറി തൊട്ട് കഴിഞ്ഞാൽ അപ്പം അവിടെ വിഷയമാണ്, അപ്പം അയാൾ സംഖ്യയാവും. അല്ലെങ്കിൽ ഇതേ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പം അയാൾ സംഖ്യയാവും. രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പം അയാൾ സംഖ്യയാവും. കഷ്ടം തന്നെ.